ഫിലിം ഗാരേജിന്റെ OTT അപ്ഡേറ്റുകളിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ന് മെയ് 5 7 OTT റിലീസ് അപ്ഡേറ്റുകൾ വന്നിരിക്കുകയാണ്. മലയാളത്തിലെ തന്നെ റെക്കോർഡ് വിജയം നേടിയെടുത്ത 241 കോടി കളക്ഷൻ നേടിയെടുത്ത മഞ്ഞുമൽ ബോയ്സ് അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ഇന്ന് മെയ് 5-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. മലയാളത്തിന് പുറമെ പാനന്തൻ ഭാഷകളിൽ തന്നെയാണ് സിനിമ ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെ റിലീസ് ചെയ്തത്. OTT പ്രിന്റിന് 2 മണിക്കൂർ 14 മിനിറ്റാണ് ദൈർഘ്യം. OTT റിലീസ് ചെയ്ത ആദ്യ മണിക്കൂറിൽ തന്നെ സിനിമ എല്ലാം തന്നെ വലിയ രീതിയിൽ തരംഗമായി മാറിയിരിക്കുകയാണ്. എന്തായാലും ഓവർ റേറ്റഡ് പട്ടം സിനിമ നേടിയെടുക്കില്ല എന്ന് ഉറപ്പ് നൽകുന്ന ആദ്യ മണിക്കൂറിലെ പ്രതികരണമാണ് OTT റിലീസിന് ശേഷം നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഗാർഡിയൻ എന്നൊരു തമിഴ് സിനിമ കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഹൻസിക നായികവേഷത്തിലെത്തിയ സിനിമ ഒരു ഹൊറർ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. സിംപ്ലി സൗത്തിലൂടെയാണ് സിനിമ റിലീസ് ചെയ്തത്. കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ തെലുഗു ബാലയ്യ നായകനെത്തിയ സിനിമയാണ് ഭഗവന്ത് കേസരി. ചിത്രത്തിന്റെ തമിഴ് ഡബ് ഇപ്പോഴത്തെ സിംപ്ലി സൗത്ത് OTT പ്ലാറ്റ്ഫോമിലൂടെ കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. വീഡിയോയിലെ 4ാമത്തെ അപ്ഡേറ്റ് ഹിന്ദിയിൽ നിന്നുള്ള 8 AM മെട്രോ എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഈ മെയ് മാസം 10-ാം തീയതി സിനിമ C5 OTT പ്ലാറ്റ്ഫോമിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷം ജൂൺ മാസം തിയേറ്ററുകളിലേക്ക് എത്തി 100 കോടി രൂപയ്ക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്ത സിനിമയാണ് സാറ ഹഡ്കെ സാറ ബച്കെ എന്ന സിനിമ. ചിത്രം കാത്തിരിപ്പിനൊടുവിൽ ഈ മെയ് മാസം OTT റിലീസ് ചെയ്യുകയാണ്. ജിയോ സിനിമാസ് OTT പ്ലാറ്റ്ഫോമിലൂടെ ഈ മെയ് മാസം പകുതിയോടെയായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക. ഹിന്ദിക്ക് പുറമെ കൂടുതൽ ഭാഷകളിൽ OTT റിലീസ് പ്രതീക്ഷിക്കുന്നു. ജെന്നിഫർ ലോപ്പസിന്റെ അറ്റ്ലസ് എന്ന സിനിമ കൂടി ഈ മാസം OTT റിലീസ് ചെയ്യുകയാണ്. മെയ് 24-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെയായിരിക്കും ഈ വിദേശ സിനിമ OTT റിലീസ് ചെയ്യുക. ഇന്നത്തെ ഒരു വീഡിയോയിലെ അവസാന അപ്ഡേറ്റ് തിയേറ്ററുകളിൽ ഈ വർഷം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത സിനിമകളിലൊന്നായ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ അപ്ഡേറ്റ് ആണ്. വിനീതിന്റെ സംവിധാനത്തിൽ വൻ താരനിരയോട് തിയേറ്ററുകളിലേക്ക് എത്തിയ വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ നേരത്തെ തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയത്. ഇന്ന് OTT റിലീസ് ചെയ്ത മഞ്ഞുമൽ ബോയ്സിനും ഈ മാസം അവസാനത്തോടെ റിലീസ് ചെയ്യാനായിട്ടിരിക്കുന്ന ആടുജീവിതത്തിനും ശേഷം വർഷങ്ങൾക്ക് ശേഷം ജൂൺ മാസം പകുതിയോടെയായിരിക്കും OTT റിലീസ് ചെയ്യുക. പാനന്തൻ ഭാഷകളിൽ തന്നെയായിരിക്കും സിനിമ ലഭ്യമാകുക. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ട്.